ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളിതാ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അപ്പപ്പൊടിയില്ലേ, റെഡിമെയ്ഡ് വാങ്ങുന്ന അതാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കൈക്ക് ഉണക്കി പൊടിച്ച നൈസ് പത്തിരിപ്പൊടിയും പറ്റും കേട്ടോ. അപ്പോൾ അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല അപ്പസോഡ, നമ്മുടെ സോഡാപ്പൊടി. അതിലൊരല്പം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഒരു പിഞ്ചോളം ഉണ്ടാവും. അപ്പോൾ അത്രയും കൂടി എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി അരിച്ചിട്ട് ഇതേപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ അപ്പസോഡ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്, ഉപ്പും കൂടി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒന്നിലേക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഒരു വിസ്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പസോഡ അവിടെ ഇവിടെ ആയാൽ കേക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പൊങ്ങിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടീനിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതേപോലെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായി ഈ 2 കാര്യം ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട. അത് ക്ലീനായ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മിക്സിയിലും ചെയ്യാം. അരിപ്പൊടി വെച്ച് ചെയ്യുന്ന കേക്കിന് നമുക്ക് കുറച്ചുകൂടി നന്നാവുക, കുറച്ചുകൂടി സ്പോഞ്ചിയായി കിട്ടുന്നത് പിന്നെ ഇതുപോലെ ബീറ്റർ കൊണ്ട് ചെയ്യുമ്പോഴാണ്. മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണും അധികമുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കേക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചേർക്കുമ്പോൾ ഈ 2 മുട്ടയിലേക്കും 1/2 കപ്പ് അരിപ്പൊടിയിലേക്കും ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഞാൻ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ച അളവാണ് പറഞ്ഞത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. അപ്പോൾ അതാ കുറച്ചൊക്കെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വാനില എസൻസാണ്. ആ മുട്ടമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്രീമി പരുവത്തിൽ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊരു ക്രീമി ആയി കിട്ടണം. അതേവരെ നമ്മളിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നോക്കാം, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, അതിങ്ങനെ വീഴുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ വീഴണം. അതാണ് മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴുള്ള കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 കോഴിമുട്ടയും 1/2 കപ്പ് അരിപ്പൊടി ആകുമ്പോൾ അത്രയും മതിയാകും ഓയിൽ. അപ്പോൾ ഞാൻ അതുകൂടെ ചേർത്തിട്ട് ഇനി കുറേ നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറേ നേരം ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട. ഓയിൽ ചേർക്കുന്ന എല്ലാ കേക്കിനും അങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം ഒരു 3-4 സെക്കൻഡൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും, ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പറയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇവിടെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വീതം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് ക്രീമി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. പതുക്കെ ഇങ്ങനെ സ്ലോയിൽ മാത്രമേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്ന കേക്കാണെങ്കിൽ ഒരല്പം കൂടിയൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ബീറ്റർ കൊണ്ട് ഇത് ചെയ്യുന്നത് നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി നല്ല ക്രീമി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഒരുപാടിട്ട് കുത്തി ഇളക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ബാക്കിയുള്ള പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി 1 പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കാനുള്ള പൊടി കൂടെ ഉണ്ട്. അത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പതുക്കെ ഈ വിസ്ക് ഒന്നിങ്ങനെ തിരിച്ച് വിട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയിക്കോളൂ കേട്ടോ.
ഇതിന് പകരം നമുക്കൊരു മരത്തവി ഉപയോഗിക്കാം. വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല. കണ്ടോ? അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കേണ്ട, അവോയ്ഡ് ചെയ്യുക കേട്ടോ. ആ അരിപ്പൊടി അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതങ്ങനെ ഇട്ടിട്ട് നമുക്കിത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പ്ലം കേക്കിലൊക്കെ നമുക്ക് ഇതേപോലെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല. എല്ലാ ഭാഗത്തും ഒരേപോലെ ഉണ്ടാവില്ല കേട്ടോ. അത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസുമല്ല, എന്നാൽ ഒരുപാട് കട്ടയുമല്ല. പിന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതേ മുഴുവൻ ബാറ്ററും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ടോ അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1-2 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുത്താൽ മതിയാകും. കൂടുതൽ സമയം നമ്മൾ തട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതെ, ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാണ്. ഞാനൊരു ചീനച്ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു അരിപ്പൊടിയുടെ കേക്ക് വെക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു അപ്പച്ചമ്പിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. എനിക്കിത് കറക്റ്റ് ആയി കിട്ടാൻ ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടോ. ഇത് ചീനച്ചട്ടി ആയതുകൊണ്ടായിരിക്കും. അടിപരന്ന പാത്രമാണെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടും. കേക്ക് റെഡിയാവുമെന്നറിയാൻ നല്ല മണം വരും. അപ്പോൾ നോക്കാം, നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. 1 മണിക്കൂറായപ്പോൾ അപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കുത്തി നോക്കി അടയാളം അവിടെ കാണാനുണ്ട്. അപ്പോൾ നോക്കാം, ഇപ്പം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. 1.25 മണിക്കൂർ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പിന്നെ എന്താ പറയുക, കേക്കിൻ്റെ സൈഡിലുള്ള പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പം അത്രക്കും നല്ല സോഫ്റ്റാണ്. ഞാൻ ഇടയിലൊന്ന് തുറന്ന് നോക്കിയത് കൊണ്ടാണ് അത് ഇങ്ങനെ ഒന്ന് നടുഭാഗം കുഴിഞ്ഞു പോയത്. ഏതൊരു കേക്കും നമ്മളാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ താന്നു പോകും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. നല്ല മണം വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു മണവും വന്നിരുന്നു. പിന്നെ അതേപോലെ തന്നെ സമയവും 3/4 മണിക്കൂർ ആയപ്പോൾ തന്നെ മണം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആയിട്ടുണ്ട് കരുതി തുറന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ നടു കുഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ 1.25 മണിക്കൂറാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നോക്കാം, നല്ല അടിപൊളിയായിട്ട് നല്ല സ്പഞ്ചിയായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, കയ്യിലെടുത്തിട്ട് ഒരു കനം പോലും ഇല്ല, അത്രയും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് നമുക്ക് അരിപ്പൊടി വെച്ച് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി വെച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു, നല്ല സ്പോഞ്ചി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം. ബിസ്മി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.